സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുത്തപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് കേരളത്തിൽ എയിംസ് വരുമെന്നുള്ളത്. കേരളത്തിലെ പല ജില്ലകളുടെയും പേരുകൾ പലതവണ ഇതിനായി പറഞ്ഞു കേട്ടെങ്കിലും എവിടെയും എയിംസ് വന്നില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. കേരളത്തിലെ ആരോഗ്യ സംവിധാനം മികച്ചതാണെന്ന ഖ്യാതി ലോകമെമ്പാടുമുണ്ട്. എന്നാൽ മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ കേരളത്തിൽ ഇല്ലെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാഗ്ദാനങ്ങൾ നൽകുമ്പോഴൊക്കെ നേതാക്കൾ പറയുന്നത് എയിംസ് കൊണ്ടുവരുമെന്നതാണ്. എന്നാൽ തൃശൂരിൽ നിന്ന് ജയിച്ച് സുരേഷ് ഗോപി ലോക്സഭയിൽ എത്തിയിട്ടും കേന്ദ്രമന്ത്രി ആയിട്ടും എയിംസ് മാത്രം കേരളത്തിൽ വന്നില്ല. കേരളത്തിന്റെ എയിംസ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ സർക്കാരോ ജനങ്ങളോ തയ്യാറല്ല. അതിനിടയിലാണ് കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കുന്നത് വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. കേരളം ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമായതിനാൽ എയിംസ് കേരളത്തിന് അത്യാവശ്യമാണെന്നും പദ്ധതി നടപ്പാക്കാൻ വൈകുന്നത് എന്താണെന്നുമാണ് ഹൈക്കോടതിയുടെ ചോദ്യം. എന്നാൽ കേന്ദ്രം ഹൈക്കോടതിക്ക് നൽകിയ മറുപടിയാണ് വിചിത്രം. കേന്ദ്രം പുതുതായി അനുവദിച്ച എയിംസുകളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് മറുപടി പറഞ്ഞത്. 22 പുതിയ എയിംസുകളിൽ 18 എണ്ണം പ്രവർത്തനക്ഷമമായെന്നും 4 എണ്ണം നിർമ്മാണ ഘട്ടത്തിലാണെന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നയപരമായ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ സാധ്യതാ പഠനം നടത്താനാകൂവെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. 2014 എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് വേണമെന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട്. 2020, 2021, 2024, 2025 കാലയളവിനുള്ളിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മാത്രം കേന്ദ്രം 4173 കോടി അനുവദിച്ചതായും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. എയിംസിനായി സംസ്ഥാന സർക്കാർ 10 വർഷമായിട്ടും ഒന്നും ചെയ്തില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക ഹൈക്കോടതിയിൽ വാദിച്ചത്. 2016 പദ്ധതി മുന്നോട്ട് വെച്ചു. അതിനുശേഷം നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് കേന്ദ്രം പറഞ്ഞു. അതേസമയം കേന്ദ്രത്തിന്റെ വാദം തള്ളുകയാണ് സംസ്ഥാനം ചെയ്തത്. എയിംസിനായി സ്ഥലം കണ്ടെത്തി നൽകുകയും അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ഗുണകരമായ നീക്കവും ഉണ്ടായില്ലെന്നുമാണ് സംസ്ഥാനം ഹൈക്കോടതിയെ അറിയിച്ചത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം എയിംസ് എന്ന ആവശ്യവുമായി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ സർക്കാർ വാദിക്കുന്നത്. കേരളത്തിലൊഴികെ മറ്റ് സ്ഥലങ്ങളിൽ 22 എയിംസുകൾ അനുവദിച്ചതിനെക്കുറിച്ചും ഹൈക്കോടതി കേന്ദ്രത്തോട് ചോദിച്ചറിഞ്ഞു. പുതുതായി അനുവദിച്ച 22 എയിംസുകൾക്കും സ്വീകരിച്ച മാനദണ്ഡം എന്താണെന്ന് അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല സ്ഥലങ്ങളും സാധ്യതയുള്ള കേന്ദ്രങ്ങളായി ചർച്ചയുമായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും എയിംസ് കേരളത്തിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഹൈക്കോടതിയിലെ ഈ നടപടികൾക്ക് ശേഷം കേരളത്തിന് എയിംസ് ലഭിക്കുമോ എന്നത് വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് ശേഷം സർക്കാർ എന്ത് തീരുമാനമെടുക്കും? കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം വരുത്തുന്ന പദ്ധതി നടപ്പാകുമോ? ഇതിനെല്ലാം ഉത്തരം കിട്ടേണ്ടത് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അത്യാവശ്യമാണ്. എയിംസ് കൊണ്ടുവരുമെന്ന് വാക്ക് പറഞ്ഞു പോയ കേന്ദ്രമന്ത്രിയും പോയ വഴി പോയെന്നാണ് ഈ വിഷയത്തിൽ ജനങ്ങൾ പറയുന്നത്. ചീത്തപ്പേര് മാറ്റാനെങ്കിലും ഒരു എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമോ എന്ന് കളിയാക്കുന്നവരുമുണ്ട്. എന്തായാലും ഹൈക്കോടതി ഇടപെട്ടിട്ടാണോ അതോ കേന്ദ്രമന്ത്രിയുടെ കഴിവാണോ ആദ്യം വർക്കൗട്ട് ആകാൻ പോകുന്നതെന്ന് കണ്ടറിയാം.